എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് 18ആയി. ഇനി നമുക്ക് 12ഓ 11ഓ നോമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാബേജ് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനിത് മൈസൂരുള്ള സമയത്ത് ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഷെംകാക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഒരിക്കൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ പെരുംജീരകം ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതിൽ പെരുംജീരകമൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ക്യാബേജ്, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സവാള, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് വേപ്പില. അപ്പോൾ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് മതി, വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില മതി കേട്ടോ. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർക്കാം. പിന്നെ ഒരു 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/2 സ്പൂണ് പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം കേട്ടോ. കുറച്ച് തടിയുള്ള ജീരകമല്ല, മെലിഞ്ഞതല്ല, തടിയുള്ള ജീരകം. എനിക്ക് എപ്പോഴും മാറിപ്പോകുന്നതാണ് കേട്ടോ അത്. പിന്നെ ആവശ്യമുള്ളത് അരിപ്പൊടിയും കടലമാവും. അപ്പോൾ ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ക്യാബേജ് ഇട്ട് കൊടുക്കാം, പിന്നെ ക്യാബേജ് ഇട്ട് സവാള ഇട്ട് കൊടുക്കാം, പിന്നെ മല്ലിച്ചപ്പ്, വേപ്പില, പിന്നെ അതുപോലെ പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പച്ചമുളക് ചേർക്കണ്ട, ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമായിട്ടുള്ള പേസ്റ്റ് മതി കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും മുളക് പൊടിയാണ് ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ മതി കേട്ടോ. പിന്നെ ഒരു സ്പൂണോറ്റം വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. നമുക്കിപ്പോൾ നോമ്പിറക്കുമ്പോഴൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നോമ്പല്ലാത്ത സമയത്തും നിങ്ങൾക്ക് ചായക്കൊക്കെ ഉണ്ടാക്കണേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. നമുക്കിങ്ങനെ വഴറ്റേണ്ട ആവശ്യമോ പൊരിക്കേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നും വരുന്നില്ലല്ലോ. നമ്മൾ വേറെ വല്ല സ്നാക്കൊക്കെ നന്നായിട്ട് സവാളൊക്കെ വഴറ്റിയും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അത്ര ഒന്നും റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ സവാളയും പിന്നെ അതുപോലെ ക്യാബേജും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3 സ്പൂണൊക്കെ അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഒരു 5 സ്പൂണൊക്കെ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയാണ്. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ക്യാബേജുമ്പിലൊക്കെ ആ കടലമാവ് അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. അധികം വെള്ളമായാലും ഇങ്ങനെ നല്ല ലൂസായിട്ടായിരിക്കും. നമുക്ക് അത്ര ലൂസ് ആവാൻ പാടില്ല, നല്ല കട്ടിക്കിരിക്കണം. മാവും അധികം ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെറും മാവ് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ക്യാബേജ് പക്കവട ഉണ്ടാക്കുന്ന സമയത്ത് ഇടും. നമുക്ക് മെയിനായിട്ട് ക്യാബേജാണ് നിൽക്കേണ്ടത്. മാവും കാര്യങ്ങളൊക്കെ വളരെ കുറവാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കണ്ട ഇതുപോലെ എടുക്കണം. നല്ല ലൂസാക്കാൻ പാടില്ല, വളരെ കുറച്ച് കണ്ട. ക്യാബേജും ആ സവാളയും കാര്യങ്ങളൊക്കെ അതിന് മെയിനായിട്ട് നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മളതിലേക്ക് 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നിർബന്ധമൊന്നുമില്ല, എങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കടായി വെച്ചിട്ട് കടായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എന്താ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണയൊക്കെ ചൂടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ക്യാബേജ് പക്കവട നമുക്കിങ്ങനെ കുഞ്ഞേതായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അധികം വലിയതാക്കുമ്പോൾ ഉള്ളൊക്കെ വേവായിക വരുമല്ലോ. അപ്പോൾ അത് വേണ്ട, നമുക്കിങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അധികം നമ്മൾ ഇടണ്ട, അപ്പോൾ ആകെ ഒട്ടി ഇങ്ങനെ പിടിക്കും. ഈ പക്കവടൊക്കെ കൂടിയിട്ട് കട്ട പിടിച്ച പോലെ ആയിരിക്കട്ടെ. അപ്പോൾ വിട്ടിട്ട് കുറച്ചിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടു, അത് പൊരിച്ച് കോരി കണ്ട നല്ല രസമല്ല, കാണാൻ തന്നെ നല്ല രസമല്ലേ. അധികം മാവാകുമ്പോഴാണ് ആ മാവിൻ്റെ ആ ഒരു പൊന്തപ്പും കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് ഞാൻ എടുത്തിട്ടുള്ളൂ. കടലമാവ് അരിപ്പൊടി നമ്മൾ വളരെ കുറച്ചല്ലേ എടുത്തത്, ആ ഒരു ഇതിലെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മെയിനായിട്ട് ചൂട് വേണം, ചൂടാറിയിട്ട് കഴിക്കാൻ വലിയ രസമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചൂടോട് കൂടിയിട്ട് കഴിക്കുക. സോസ് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ക്യാബേജ് പക്കവട തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കോഴിമുട്ട ബജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് പുട്ടും ബീഫ് കറിയാണ്. അപ്പോൾ ഇന്ന് ഉമ്മ ബീഫ് കറി വെക്കണത് കുക്കറിൽ ഇങ്ങനെ കുഴച്ചിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്.
പിന്നെ അതിന് ശേഷം അതിലേക്ക് ഉമ്മ ഒരു സവാള ഒരു 2 സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമുക്കിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ നിങ്ങളുടേതായ അളവിന് ചേർത്ത് കൊടുക്കുക. പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കുമല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ വിസിലടിക്കാനായിട്ട് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഇമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഈ പട്ട, ഗ്രാമ്പൊക്കെ ഇങ്ങനെ തന്നെ ഇടുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ശരിക്കും ഇറങ്ങില്ല. നേരെ മറിച്ച് നമ്മളിങ്ങനെ അരച്ചിട്ടും ചതച്ചിട്ടൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു എന്താ പറയുക, അതിൻ്റെ എല്ലാ സത്തും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഉമ്മ ഉണ്ടാക്കുക. അങ്ങനെ ബീഫ് കറിയൊക്കെ റെഡിയായി. കുക്കറിലൊക്കെ വിസിലടിച്ചു. ഉമ്മ താളിച്ചു. നമ്മൾ കുഴച്ച് വെച്ച കാരണം താളിച്ചിട്ടാണ് കേട്ടോ കറി എടുത്തത്. നമ്മൾ നേരം വെച്ച് വഴറ്റി വെക്കുകയാണെങ്കിൽ താളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബീഫ് കറി അവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പ വരുമ്പോൾ സപ്പോട്ട വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോട്ട നമുക്ക് ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കട്ടപ്പാലും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ഇന്ന് നമുക്ക് ചിക്കുവാണ് നോമ്പറക്കുമ്പോൾ കടിക്കണത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാങ്ങ പഴുത്തത് ഉണ്ടാകുന്ന നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേലേക്ക് പോയിട്ടാണ്. മേലേക്ക് പോയിക്കുമ്പോൾ തോനെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പഴുത്തത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ മൂത്തത് നോക്കിയിട്ട് നമുക്ക് പൊട്ടിച്ച് വെക്കാം. അപ്പോൾ പൊട്ടിച്ച് വെച്ചാൽ നാളേക്ക് പഴുത്താൽ നാളെ ജ്യൂസ് അടിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ മൂത്തത് ഉണ്ടാകുന്ന ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ 2-3 മൂത്തത് കിട്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആ മൂത്തത് അടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പഞ്ചസാരയും ഒക്കെ ചേർത്ത് അടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ പഴുത്തത് അടിക്കണതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പഴുപ്പിക്കാൻ വെക്കാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു 3 മാങ്ങ പൊട്ടിച്ചു. അത് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂത്ത മാങ്ങ പൊട്ടിച്ചിട്ട് നമുക്ക് പഴുപ്പിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് നാളെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ പൊട്ടിച്ചു. 3 മാങ്ങനെ പൊട്ടിച്ചുള്ളൂ, അധികമൊന്നും പൊട്ടിച്ചിട്ടില്ല. പിന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു മാങ്ങകളായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെ പുട്ടാണല്ലോ ഒന്ന്, അപ്പോൾ പുട്ടുണ്ടാക്കണം. പിന്നെ ബീഫ് കറി അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടി ഉണ്ടാട്ടോ. ആ അജ്മിയുടെ പുട്ടുപൊടി ഭയങ്കര സോഫ്റ്റായിരിക്കും. അപ്പോൾ അതിലുമ്മ പുട്ടുണ്ടാക്കുമ്പോൾ ഉമ്മ ജീരകം ഇടും കേട്ടോ എപ്പോഴും. മറ്റേ നല്ല ജീരകമല്ലേ, മെലിഞ്ഞ ജീരകം, അതിട്ടിട്ടാണ് ഉമ്മ എപ്പോഴും പുട്ടുണ്ടാക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല മണമായിരിക്കും കേട്ടോ. അപ്പം ഉമ്മ പുട്ടിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കു ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ് പക്കവട ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ കൊഴുമുട്ട ബജി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെന്തായിരുന്നു, പിന്നെ നമുക്ക് നോമ്പറക്കാനുള്ള കാര്യങ്ങളും എല്ലാം റെഡിയായി. മുട്ട ബജിയും പക്കവടയും പിന്നെ സോസും വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊന്നും നമ്മളിന്ന് അരിഞ്ഞില്ല കേട്ടോ. ചക്കരമത്ത ഉണ്ടായിരുന്നു, പക്ഷേ ചക്കരമത്ത നുറുക്കി വെച്ചാൽ ഇസ്മക്കുട്ടി കാണും. അപ്പോൾ പിന്നെ അവൾക്ക് അത് വേണമെന്ന് പറയും. അപ്പോൾ ആൾക്കാണെങ്കിൽ പനിയും തൊണ്ടയിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ ചോദിച്ചാൽ പിന്നെ നമുക്ക് കൊടുക്കാണ്ടിരിക്കാനൊരു സമാധാനം ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സൊന്നും മുറിച്ച് വെച്ചില്ല കേട്ടോ. ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ 2 പൊരിപ്പലഹാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാബേജ് പക്കവട വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. ആൾ കഴിച്ചൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കു ഒക്കെ അടിച്ച് ഉമ്മ ക്ലാസ്സിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കു അതുപോലെ തന്നെ അവകാഡോ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ജ്യൂസ്. ഞാനും ഷെമിക്ക് എപ്പോൾ പുറത്ത് പോയാലും ചിക്കു അല്ലെങ്കിൽ അവകാഡോ കേട്ടോ കൂടുതലായിട്ട് കഴിക്കുക. അങ്ങനെ നോമ്പുതുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പുട്ടും ബീഫ് കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ ഉപ്പാൻ്റെ പെങ്ങളുടെ മോള് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചാലുശ്ശേരിയിലാണ്, കൂറ്റനാടുള്ളൊരു ഹോസ്പിറ്റലിലാണ് കേട്ടോ പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 6 മണി 6:15 സമയത്താണ് തോന്നുന്നു പ്രസവിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നോമ്പുതുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉപ്പ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഉപ്പാൻ്റെ വേറൊരു പെങ്ങളുടെ മോളും കൂടി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിട്ട് അത് വീട്ടിലാണ്. അപ്പോൾ അങ്ങോട്ടും കൂടി പോകണം. അപ്പോൾ അതൊക്കെ ഈ കൂറ്റനാട് പിന്നെ അതുപോലെ തന്നെ കട്ടിൽമാടം ആ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലോങ് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിക്കാനൊന്നും നിന്നില്ല. വന്നിട്ട് ചായ കുടിക്കാനൊന്ന് വിചാരിച്ചു കേട്ടോ. പോയിട്ട് വരുമ്പോഴത്തേനും നല്ല ലേറ്റ് ആയാലോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ അവൾ പ്രസവിച്ച് കിടക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മാമിയും മാമിയുടെ മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ഹോസ്പിറ്റലിൽ കയറി സാറക്കുട്ടിയുടെ അടുത്ത് ഇസ്മക്കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറക്കുട്ടിനെ കിട്ടിയാൽ പിന്നെ ഇസ്മക്കുട്ടിക്ക് വേറെ ആരെയും വേണ്ട, അവളായിട്ട് എന്നെ ഇങ്ങനെ കളിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ കയറി അവരൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളവിടുന്ന് തിരിച്ചു പോകുന്നത്. ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ വീട്ടിലേക്ക് എത്താണല്ലോ, അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് പെരുമ്പിലാവിലെത്തിയപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ നേരെ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പം നമ്മളങ്ങ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ അവരൊക്കെ കണ്ടു. അവൾക്ക് ആൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പുട്ടും ബീഫ് കറിയും ഒക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ടും ബീഫും. പുട്ടിൽ എന്ത് കറി കൂട്ടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. മീൻ കറി ആണെങ്കിലും കടലക്കറി ആണെങ്കിലും മുട്ടക്കറി ആണെങ്കിലും ഒക്കെ അടിപൊളിയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നോമ്പ് 18-ലെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.